വിജ്ഞാന കേരളം ചേർത്തലയിൽ മൈക്രോ തൊഴിൽ മേള സംഘടിപ്പിച്ചു. 1080 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൈക്കാടുശ്ശേരി, പട്ടണക്കാട് ബ്ലോക്കുകളും ചേർത്തല നഗരസഭയും ചേർന്നുള്ള ക്ലസ്റ്ററിലെ മൈക്രോ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. മൈക്രോ തൊഴിൽ മേളയിൽ 1080 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. 20 കമ്പനികളിലെ 51 തസ്തികകളിലേക്കായി 9000 ഒഴിവുകളാണ് തൊഴിലന്വേഷകർക്കായി ഒരുക്കിയത്. ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് ഉദാഹരണം നമ്മളിപ്പോൾ ബിടെക് പാസ്സായിട്ടുള്ളവരുണ്ടാവും, എംടെക് പാസ്സായിട്ടുള്ളവരുണ്ടാവും, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ടാവും, ഡോക്ടറേറ്റ് PhD എടുത്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കമ്പനി ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ നന്നായിട്ട് ബിടെക് പാസ്സായ ഒരാൾ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്കാരെ ആവശ്യമുണ്ട്. പക്ഷേ ക്വാളിഫിക്കേഷൻ ആസ്പദമാകുന്നത് കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മലയാളമല്ലാതെ വേറെ ഒരു ഭാഷയും നമ്മൾ അതിന് പ്രയോഗിക്കാനൊന്നും തയ്യാറാവുന്നില്ല. നമ്മളൊന്ന് സംസാരിച്ചാലേ ഒരു പ്രശ്നം ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അഡീഷണൽ സ്കില്ല് കൂടി കൊടുത്താലേ ഇവർക്ക് കമ്പനിക്കാർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഇവരെ വിനിയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നല്ലൊരു മാർഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെമ്പാടുള്ള അസാധുവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ പരിശീലനം കിട്ടേണ്ട കുട്ടികളെ സെലക്ട് ചെയ്ത് അഡീഷണൽ സ്കിൽ എന്താണോ അത് കൊടുക്കാനുള്ള പണം കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ ജോബ് ഫെയറിലും ഈ ജോബ് ഫെയർ കഴിഞ്ഞാൽ അത് നമ്മൾ വിടുകയില്ല. ഓരോ ജോബ് ഫെയർ കഴിയുമ്പോഴും ആ കമ്പനിക്കാരുമായിട്ട് എന്തായിരുന്നു അവരുടെ പോരായ്മയെന്ന് നോക്കി ആ പോരായ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും കൂടി നടത്തിക്കൊണ്ടാണ് മുനിസിപ്പാലിറ്റിയുടെ തുടക്കം കുറിക്കുന്നത്.